ഗൈസ്, നമ്മൾ ഇന്നൊരു ഫുഡ് ചാലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു സിൻഷ വ്ലോഗ്. നമ്മൾ ഇന്നൊരു ഫുഡ് ചാലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, താഴത്തുള്ള ബെല്ലൈക്കണിലും കൂടെ നമുക്ക്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗുഡ് ഫുഡ് ചാലഞ്ച്. ഓക്കെ, എന്താ സാധനങ്ങളൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ കുഞ്ഞാടെ ഏർപ്പാടാണ് എല്ലാം. എന്താ നമുക്ക് നോക്കാം. വലിയ റിച്ച് ഫുഡൊന്നും അല്ല, എന്നാലും നമ്മൾ രസകരമായിട്ടുള്ള പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുന്ന കുറച്ച് ഫുഡാണ്. നറുക്കിട്ട് നോക്കാവേ. അപ്പൊ നമുക്ക് ഞറക്കിടാം. ഞറക്കിനകത്ത് താണ്ട മുട്ട പണിയാ വരുന്നത്. ഇഷ്ടമുള്ളത് എടുത്തോ. ഇതില് പ്രൈസ് ഉണ്ട് കേട്ടോ. ഇതില് നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട്. ഇതില് ഫുഡ് നമ്മള് ഇതാകുമ്പോ സീക്രട്ട് ആയിട്ടൊരു നല്ലൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൈസ് ഉണ്ട്. അടിപൊളി, സൂപ്പർ. ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്. പിന്നെയും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഫുഡ് ഐറ്റം കൊണ്ടുവരാം. നമുക്കുള്ള കഴിക്കണം. ചലഞ്ച് എന്റെ വലത്തുനിന്ന് തുടങ്ങ്. രണ്ട് വീട് ഫുഡും കഴിച്ചിട്ടേ ഞാൻ ഇത് കഴിക്കുന്നുള്ളൂ. എന്തായാലും 3 പേരും കഴിച്ചേ ഒക്കത്തുള്ളൂ. തുടങ്ങിക്കോ. എണീക്കാൻ പാടില്ല, എണീക്കാൻ പാടില്ല. അല്ല, വെള്ളം കൊടുക്കണ്ട. ഇതെന്ത് ജീവിയാണ്? എന്ത് ജീവിയാണ്? വേണ്ട, കുഴപ്പമില്ല. എനിക്കൊരു പാത്തുവിന്റെ മുഖത്ത് വരുന്ന നവരസങ്ങൾ ശ്രദ്ധിക്കൂ. ഓസ്കാർ, അതെ, നിങ്ങൾ കമന്റ് ബോക്സിൽ വോട്ട് ചെയ്യേണ്ടതാണ്. പേര് ആഷിന, നമ്മുടെ രാജ്യത്തെ സ്ഥാനാർത്ഥി. ഞങ്ങൾ 3 പേര് കമന്റ് ചെയ്യും. അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നു. അവളെ ഒരെണ്ണം തിന്നിരിക്കുന്നു ഗൈസ്. ഇത്രയും ചങ്കുറ്റമുള്ള ഒരു ലേഡി ഈ ലോകത്തുണ്ടോ? അടുത്ത വീട് എന്റെ ചുണ്ടൊക്കെ നീർന്നു ഗൈസ്. ഇവൻ ലക്കിയാണ് ഗൈസ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവന് നല്ല ഫുഡാണ് കിട്ടിയത്. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ചോക്ലേറ്റ് വേണോ? അടുത്ത കയ്പാണ് ഗൈസ്, നല്ല കയ്പാണ്. കുഞ്ഞിലേക്ക് കുറെ കഴിച്ചു. 2 എണ്ണം കഴിക്കണം. 3 എണ്ണമാണ് മിനിമം. 3 ഇല്ലല്ല, പറ്റത്തില്ല. ഇവിടെ ഒരു മുളക് കഴിച്ചത്. പൊകഞ്ചിൽ റാണി. നമുക്ക് മടക്കി വെക്കാം ഗൈസ്. അപ്പൊ നമുക്ക് ചവച്ചിറക്കണം ഗൈസ്. ഐഡിയ ഇറക്കണേ. എടുത്തോ. അടിപൊളി. എങ്ങനെ ഉണ്ടാമിന? സൂപ്പർ. 2 എണ്ണം കൂടി. ആ തണ്ട് ഫുള്ള് കഴിക്കണം. വെള്ളമില്ല. അവിടെ പോയി അവള് ചവക്കട്ടെ. വെള്ളമൊന്നും ഇപ്പൊ ഇല്ല. ഇറക്കി. ആ നാക്കൊന്ന് പൊക്കിയ മോളെ. വെള്ളം കുടിച്ച് ഇറക്കണമല്ലോ. പല്ലിലൊക്കെ ബുദ്ധി. വെള്ളത്തിലൂടെ പോയാ അറിയത്തില്ല. മോനെ, ഈ ഫുഡൊന്നും കിട്ടാൻ ഭാഗ്യമില്ല. അണ്ടേ, പച്ചമുളക് കഴിച്ചിട്ടിരിക്കുന്നവർക്ക് ഒരു കൂസൽ പോലും ഇല്ല ഗൈസ്. അരക്കൊക്കെ വെള്ളം തീർന്നു. ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പൊ ഗൈസ്, നമുക്ക് സെക്കൻഡ് റൗണ്ടിലോട്ട് കടക്കാം. കഴിഞ്ഞ റൗണ്ടിൽ എനിക്ക് കിട്ടിയത് മുളകായിരുന്നു. എനിക്ക് കിട്ടിയത് ചോക്കോസ്. സൂപ്പർ. അമിനക്ക് മേപ്പിലാണ് ഗൈസ്. ഞാനാ സ്കോർ 1.
ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവനാണ് ലെക്കായിട്ട് കിട്ടിയത്. നമുക്ക് അടുത്ത റൗണ്ടിൽ ആരാ ലെക്കിന്ന് നോക്കാം. ഓക്കെ സെക്കൻഡ് റൗണ്ട് എന്താ മക്കളെ കഴിഞ്ഞ റൗണ്ടിൽ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് എടുത്ത് കഴിക്കും. എല്ലാരും കമന്റിൽ ഇവർക്കുള്ള ലൈക്ക് ആൻഡ് കമന്റ് തരേണ്ടതാണ്. റോസാപ്പൂവാണ് ഗൈസ് കിട്ടിയത്. പുളി സൂപ്പർ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വേപ്പിലായിരുന്നു, അതിന് ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് ബൂസ്റ്റ് ഇട്ടിട്ടാണ് ഗൈസ്. പുളി റോസാപ്പൂവാണ്. പച്ചമുളകിന്റെ അത്രയും വരത്തില്ല, എന്നാലും നമുക്ക് adjust ചെയ്യാം. പുളി ശാസി പുളി ഇന്നേ പുളിയൊന്നുമില്ല കൂടെ. ഓക്കെ ഫസ്റ്റ് ആരാണ്? ഞാൻ തിന്നാം. ഇത് മൊത്തം തിന്നണം. കഴിഞ്ഞ വട്ടം അജിനയിലിരുന്നു. ഞാൻ ഈ പ്രാവശ്യം അല്ല. ഓക്കെ ഞാനാ ഈ പ്രാവശ്യം ഈ വട്ടം ഫസ്റ്റ് പ്ലേറ്റിലുള്ള സാധനങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവര് കംപ്ലീറ്റ് ചെയ്യണം. ആരെ ഫസ്റ്റ് ഫുള്ള് തിന്നത്? ഒന്നും പറ്റത്തില്ല, ഇത് പെട്ടെന്ന് വരത്തില്ല. ഇല്ലില്ല ഓരോരുത്തര് ഫസ്റ്റ് ആരാ? അല്ല ഫസ്റ്റ് ആരെ അല്ല ഫസ്റ്റ് നിക്ക് തിന്നിരുന്നേ നമുക്ക് നോക്കാം. വെച്ചേ. ആ ഫസ്റ്റ്, അത് കഴിഞ്ഞ് അജിന, അത് കഴിഞ്ഞ് പത്തുട്ട. വേണ്ട ഫസ്റ്റ് ആശിന. പണ്ടേ ഈ കൊച്ചിന് റോസാപ്പൂന്നും കാട്ടുപൂന്നൊക്കെ പറഞ്ഞ ഭ്രാന്താണ്. ഞാൻ നോക്കൂ. റോസാപ്പൂവിന് കയ്പോ? എന്താ വേറൊരു ടേസ്റ്റ്, ആ ഒരു കയ്പ് പോലെ. അത് മറ്റേ സ്ലാവിന്റെ അടുത്ത് നിന്ന് ഷെഹനാസ് പുളി കഴിക്കും. ഷെഹനാസിന്റെ പുളി ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എക്സ്പ്രഷൻസ് ഒക്കെ അങ്ങോട്ട് വാരി വിതറും. അടിപൊളി, സൂപ്പർ സൂപ്പർ. സൂപ്പർ. ഇല്ല വലിയ പ്രതീക്ഷ തന്നെയാണ്, പക്ഷെ ഇത് കയ്പുണ്ട്. അപ്പൊ ഞാൻ ബൂസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്. ചോറ് വാരി തിന്നുന്ന കണക്ക് നമുക്ക് ബൂസ്റ്റ് തിന്നാം ഗൈസ്. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. പുളി മാറുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വേപ്പിന്റെ ടേസ്റ്റ് ഉണ്ട്, അപ്പൊ ഇത് കഴിച്ച് നമുക്കത് മാറ്റാം. എന്റെ എരിവ് പോയി ഗൈസ്. എന്തായാലും ചെറിയൊരു കയ്പുണ്ട്, ചെറുതായിട്ട്. എനിക്ക് പുളി വന്നു. പുളി കഴിക്കാൻ നല്ല കൊതിയാവുന്നുണ്ട് ഗൈസ്. ഈ റൗണ്ട് അങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഷെഹനാസിന് മാത്രം കുറച്ച് കുഴപ്പമുണ്ട്. ഞാൻ ഇത് കയ്പുണ്ട്, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ഈ റൗണ്ടിൽ ഞാനാണ് ഗൈസ് ലക്കി. തേർഡ് റൗണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലോട്ട് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ റൗണ്ടിൽ എനിക്ക് വലിയ ലക്ക് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ ജന്മനെ അങ്ങനെ എനിക്ക് ലക്ക് അത്ര ഇല്ലായിരുന്നു. ഞാനായിരുന്നു ഗൈസ് കഴിഞ്ഞ റൗണ്ടിലെ ലക്ക്. അപ്പൊ നമുക്ക് ഈ തേർഡ് റൗണ്ടിലെ ലക്കി ആയിരുന്നു നമുക്ക് നോക്കാം. എനിക്ക് അച്ചാർ കിട്ടാനാണ് ഗൈസ് ആഗ്രഹം. ഫസ്റ്റ് ഫുഡ് ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ റൗണ്ടിലും ഫുഡ് ഐറ്റം നറുക്കിട്ടിട്ടായിരുന്നു വരുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നറുക്കിലേക്ക് പോകാം ഗൈസ്. ഇതാണ് നമ്മുടെ ഫുഡ് ഐറ്റം. കുഞ്ഞാ നെക്സ്റ്റ് നമുക്ക് നറുക്കിടാവേ. ഇതിൽ ഏത് കിട്ടിയാലും എനിക്ക് സന്തോഷം മാത്രം. തൊടരുത് തൊടരുത് തൊടരുത്, ഇപ്പൊ തൊടാൻ പാടില്ല. ഫുഡ് ഐറ്റംസിൽ തൊടാൻ പാടില്ല ഗൈസ്. ഫുഡ് ഐറ്റംസിൽ തൊടരുത്. ഇത് ഇതാണ് യഥാർത്ഥ നിങ്ങളുടെ ലക്ക് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമുള്ള ഫുഡ് തന്നെ കിട്ടും. കഴിച്ചോ കഴിച്ചോ. അച്ചാർ ഗൈസ്. എനിക്ക് ഉപ്പാണ് ഗൈസ്. എനിക്ക് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ സാധനം തന്നെ വെളുത്തുള്ളി. എനിക്ക് എന്താണ് ഗൈസ്, എനിക്ക് ലക്കില്ലേ. എനിക്ക് 3 റൗണ്ടിൽ ഫ്ലോപ്പ് ആണ് ഗൈസ്. കഴിച്ചോ കഴിച്ചോ. തീർച്ചയായിട്ടും ഞാൻ കഴിച്ചത്. ഇങ്ങനെ ഒരു കൊതിയ. ഈ നല്ല ഫുഡ് എന്ന് പറയുന്നത് അച്ചാറാണ് ഗൈസ്. ഫസ്റ്റ് ആരാണ് തുടങ്ങുന്നത്? ഞാൻ തുടങ്ങും. ഓക്കെ ഫസ്റ്റ്. പാത്തുവിന്റെ വായിന്ന് വെള്ളം ഇങ്ങനെ ചെറുന്ന് വീഴുന്നു. വെളുത്തുള്ളി അരിയോ. എനിക്ക് അച്ചാറും മൊത്തം നിന്നണം കേട്ടോ. ഒക്കെ ആയിരുന്നു മൊത്തം തിന്നണം. ഈ റൗണ്ടിൽ തന്നേലും ഇഷ്ടമല്ലാത്ത സാധനമാണ് ഗൈസ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൊത്തം തിന്നണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. തിന്നോളൂ തിന്നോളൂ. അവരീസോടി തിന്നുന്നവളാണ് ഗൈസ് ഉപ്പ് തിന്നുന്ന. ഉപ്പ് അത്രയ്ക്ക് കുഴപ്പമില്ല. ഇനി അടുത്ത എക്സ്പ്രഷനിലോട്ട്. വെളുത്തുള്ളി, ഒരു ഇതുള്ള വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. മൊത്തം പറ്റില്ല, ഒരിതള് കഴിക്കാൻ വേണം. നമുക്ക് അച്ചാറിന് ഉപ്പ് പോരാനിട്ടാണ് ഇതിൽ നിന്ന് കഴിക്കുന്നത്. വെള്ളം ഇപ്പൊ കൊടുക്കത്തില്ല. അടിപൊളി അടിപൊളി. ഓ ആമിന തീർന്നു. വെള്ളം തീർന്നു. ഓ എരിയുന്നുണ്ടോ? കുറച്ച് ഇറക്കിയിട്ട് വെള്ളം കുടിക്കാം. ഇറക്കി വെള്ളം കൊടു.
ഇത്ര തിന്നാ പോരെ? ഇത് അമ്മക്കും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മതി മതി. ഇവിടെ അച്ചാർ പാത്രം മാത്രമാണ്. ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത വന്യഗ്രഹ ജീവി. അപ്പൊ ഗൈസ് കഴിച്ചു. ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ടാറ്റ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ്, ബെല്ലൈക്കൺ എല്ലാം.